ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഒരു സംഭവം കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മറ്റേ വെസൽ ഡ്യൂട്ടി പ്രശ്നത്തിന്റെ ഒരു തുടർച്ചയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഇന്ന് രാത്രിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആദിലേക്ക് വെസൽ ഡ്യൂട്ടി ചെയ്യാൻ നല്ല മടിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. വളരെ മോശമാണ്. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ക്യാപ്റ്റൻ, അവിടെ ഫ്ലോർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ബാത്റൂം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവരാരും ഇങ്ങനെ പോയി വേറുള്ളവരെ വിളിക്കുന്നത് നമ്മൾ കാണാറില്ല. അനീഷ് മാത്രമാണ് അത്രയും പ്രോംപ്റ്റ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അനീഷിനൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാം. അനീഷ് അത്രയും നല്ല രീതിക്ക് തന്നെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അനീഷിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ആദ്യം അവിടെ ആ ഒരു ജയിലിന്റെ ഏരിയയുടെ അവിടെ കിടന്നുറങ്ങുവാണ് ആ ഒരു ബീം ബാഗില്. അപ്പൊ അനുമോളും നൂറയും അത് കണ്ടിട്ട് അതിലെ പോയി വിളിക്കുന്നുണ്ട്. അതിലെ എനിക്ക് വെസല് കഴുകാനുണ്ട്, എനിക്ക് പോയി വെസല് കഴുകാൻ പറയുന്നു. അപ്പൊ അതിലെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ എനിക്ക് എണീക്കാൻ പറ്റില്ല, ഞാൻ ഉറങ്ങുവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നു. എന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? ഇവര് പോയി അനീഷിനെ വിളിക്കുന്നുണ്ട്. അനീഷ് ഏട്ടാ അതിലെ ഡ്യൂട്ടി ചെയ്യുന്നില്ല, പോയി വിളിക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ അനീഷ് അവിടെ വന്നിട്ട് എണീക്കൂ എന്ന് പറയുന്നുണ്ട്. അതിൽ എണീക്കുന്നില്ല, എനിക്ക് ഒറ്റ തന്തേ ഉള്ളൂ, ഞാൻ എണീക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ സെയിം ഇത് തന്നെയാണ്. അനീഷ് അവിടെ നിപ്പുണ്ട്. എന്നിട്ട് നൂറയുമായിട്ട് ആദില ചെറിയ രീതിയിൽ ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതിന് മോളാണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് നൂറയുമായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് കയർക്കുന്നുണ്ട്. നൂറ ഇപ്പൊ പറയുന്നുണ്ട് ഞാൻ ഉത്തരവാദി ഒന്നുമല്ല, മൈൻഡ് യുവർ വേർഡ്സ് എന്നുള്ള രീതിയിലൊക്കെ നൂറ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആദില എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞിട്ട് പോയി കഴുകി വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ലൈവിൽ കണ്ടതിന് ശേഷമേ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അതിൽ പോയി ബസ്സിൽ കഴുകി വെക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പോയി ബെഡ്റൂമിൽ പോയിട്ട് അനീഷിന്റെ ബ്ലാങ്കറ്റും പില്ലോയും ഒക്കെ എടുത്ത് എറിയുന്നുണ്ട്, മാറ്റി എറിയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പേര് പറഞ്ഞും നൂറയും ആദിലും തമ്മി ചെറിയ രീതിയിലൊരു ഫൈറ്റ് ആവുന്നുണ്ട്. മോശമാണ്, വളരെ മോശമാണ് ഈ കാണിക്കുന്നത്. ആ മനുഷ്യൻ വന്നത് തപ്പുമ്പോ കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നൂറ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു കിടക്കാൻ നേരത്തും രണ്ടുപേരും തമ്മി ചെറിയ രീതിയിൽ തർക്കിക്കുന്നുണ്ട്. നൂറ് പറഞ്ഞ പ്രശ്നം ഉണ്ടാവുന്നതായിട്ടും അതിന്റെ പേരിൽ നൂറയും ആദിലയും തമ്മിൽ വരെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും അനുമോളും നൂറയും കൊള്ളാം കേട്ടോ. ആ സമയത്ത് ഉറങ്ങിക്കിടന്ന അനീഷിനെ പോയി വിളിച്ചുണർത്തി എണീപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് ആദിലേക്ക് പണി കൊടുക്കുന്നത്. എന്തായാലും കൊള്ളാമായിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.